കൊച്ചി കേന്ദ്രയിൽ നിന്ന് BHI 142-ന്റെ യൂണിറ്റ് 7 and 8 അതാണ് നമ്മൾ ഇന്ന് പരാമർശിക്കാൻ പോകുന്നത്. ഒപ്പോസിഷൻ ടു മീജി പോളിസീസിന്റെ ചാപ്റ്റർ 7 ആണ്. അതായത് മോഡേണൈസ്ഡ് നാഷണൽസിനെ അവരുണ്ടാക്കിയെടുത്തു. പോളിസീസ് മേജി ഗവൺമെന്റിന്റെ അവരുടെ പ്രോഗ്രാം വഴി അവര് മോഡേണൈസേഷൻ കൊണ്ടുവരികയും നാഷണൽസിനെ കൊണ്ടുവന്നിട്ട്, അതായത് നേഷൻ സ്റ്റേറ്റ് എന്നുള്ള ലെവലിലേക്ക് വരുന്നു. മാത്രമല്ല, ഇന്നലെ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്നുള്ളത് ലെവല്, അതായത് രാജഭരണം ഉണ്ടെങ്കിൽ കൂടെയും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിൽ രാജഭരണം ഉണ്ട്, രാജാവ് ഉണ്ടാവും. പക്ഷെ പവറൊക്കെ കൺട്രോളിങ് പവർ മുഴുവനും പ്രൈം മിനിസ്റ്റർ ആയ അല്ലെങ്കിൽ പാർലമെന്റിനായിരിക്കും. അതിനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്നത്. യൂറോപ്യൻ മോഡൽസിൽ ഉണ്ടായിരുന്നത് ആദ്യമായിട്ട് തുടങ്ങുന്നത് UK-യിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അതേമാതിരി അതേ പാത്തിലാണ്, അതേ പാറ്റേണിലാണ് ഇവര് ജപ്പാനിലും ഈ മൊണാർക്കി അല്ലെങ്കിൽ ഈ നാഷണൽസിനെ ഇംപ്രൂവ് ചെയ്തെടുത്തത്. ഇതിന്റെ പെർസെപ്റ്റീവ്സ് വന്നിട്ട് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാം. നമ്മള് അതായത് ആ കാലഘട്ടത്തിൽ ഫോറിൻ വെസ്റ്റേൺ കൺട്രികളുമായിട്ടുള്ള ബരാബരി അല്ലെങ്കിൽ ഈക്വലൈസ് ആയിട്ട് വന്നു എന്ന് വേണം പറയാനായിട്ട്. അതാണ് മോഡേണൈസ്ഡ് നാഷണൽസ് എന്ന് പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ അതിനെപ്പറ്റി നാഷണൽസ് ആണ്, മോഡേണും ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പല വിധത്തിലുള്ള ഫാക്ടറികളും ആരംഭിച്ചു. ആ സമയത്ത് അവര് അഷിഗോ കോപ്പർ മൈൻസ് ആരംഭിച്ചു. നോർത്ത് ടോക്കിയോയിലാണ് അത് ആരംഭിച്ചത്. ഇത് മാത്രമല്ല, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറികൾ വന്നു കഴിഞ്ഞാൽ അത് തൊക്കുഗാവ പീരീഡിലാണ്, ഏർലി മീജി ടൈമിലാണ് ഇത് ആരംഭിക്കുന്നത്. കോപ്പറും അത് മാത്രമല്ല ടെക്നോളജീസ് ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് പൊല്യൂഷനും കാണാൻ പറ്റും. പിന്നെ ഇവിടെ മൈൻസിൽ ആൾക്കാരെ ഒരുപാട് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. 1885 ഇൻഫ്ലുവൻസ് ഖനികളിൽ നിന്ന് വരുന്നതും ആ പുറത്തേക്ക് വിടുന്ന ഫാക്ടറികൾ പുറത്തേക്ക് വിടുന്ന ധാതുക്കളിൽ പോയ്സൺ വരും, വാട്ടറിലും പോയ്സൺ വരും. അതായത് നമ്മൾ നാച്ചുറലായിട്ട് ഏതെങ്കിലും ഫാക്ടറിയുടെ അടുത്തുള്ള പുഴകളിൽ എല്ലാത്തിലും ഈ പോയ്സണസ് ഗ്യാസ് ആയാലും ശരി, ഔട്ട്പുട്ട് ആയാലും ശരി വരുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അതിനെപ്പറ്റി ഉള്ള റിയാക്ഷൻസ് ഉണ്ടാവും. 1800-ൽ ഈ കോപ്പർ ഫീൽഡ്സിൽ കണ്ടിരുന്നതും ഇവിടെയും പ്രൊട്ടസ്റ്റ് എന്ന് വെച്ചാൽ എതിർപ്പുകൾ ഉണ്ടായി തുടങ്ങിയെന്ന് അർത്ഥം. പിന്നെ 1896-ൽ മേജർ ഫ്ലഡ്സ് ഉണ്ടാകുകയാണ്. ആ ഫ്ലഡ്സ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ ആ പൊല്യൂഷൻ അല്ലെങ്കിൽ ആ വിഷം, ഫാക്ടറികളിൽ വന്ന വിഷധാതുക്കൾ വൈഡർ ഏരിയയിൽ വരികയും വെള്ളത്തിനെയും മുഴുവനും നശിപ്പിക്കുകയും, അല്ല കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ പകർത്തുക അല്ലെങ്കിൽ നശിപ്പിക്കുക, അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർ അടുത്തതായിട്ട് നോക്കുന്നത് റിവർ മാനേജ്മെന്റ് ടെക്നിക്കാണ്. എങ്ങനെയായിരിക്കാം നമ്മൾ ഈ റിവറിനെ അല്ലെങ്കിൽ പുഴയെ മാനേജ് ചെയ്യേണ്ടത്. ഒന്നും പുഴ ഒഴുകി മേലിലേക്ക് വരരുത്. പിന്നെ എല്ലാ തരത്തിലും ലോവർ റീച്ചസിന് തന്നെ പുഴയെ ചെക്ക് ചെയ്ത് പോവുക, കൺട്രോൾ ചെയ്യുക. റിവറിലേക്ക് വിഴുന്ന ധാതുക്കൾ ഫാക്ടറിയിൽ നിന്നായാലും ശരി പുറത്തു നിന്നായാലും ശരി അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. അതാണ് റിവർ മാനേജ്മെന്റ് ടെക്നിക്ക്. നമ്മൾ ഇന്ത്യയിലും കേരളത്തിലും ഇത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആലുവപ്പുഴയിലുള്ള ചെളി ചെക്ക് ചെയ്യുക, എല്ലാ വിധത്തിലും നദികളെ നശിപ്പിക്കാണ്ടിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇനി തനക്ക തോസു, ഇത് ഒരു എലൈറ്റ് ഗ്രൂപ്പാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് അവരുടെ എലൈറ്റ് ഗ്രൂപ്പിന്റെ ഒരു റൂറൽ ആയിട്ടുള്ള അവരുടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യ സിവിൽ റൈറ്റിനെ പറ്റിയും അതേമാതിരി ജനങ്ങളുടെ അവകാശത്തിനെ പറ്റിയും നമ്മൾ മീജിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ വലിയൊരു പ്രോഗ്രസീവ് പാർട്ടി ഉണ്ടാക്കുകയും അതിൽ കൂടി ജേർണലിസം വഴി ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഈ തനക്ക. അപ്പോ ലോക്കൽ എഡിറ്റർ, ലോക്കൽ പേപ്പറിലും ഇത് അങ്ങനെ എഴുതാൻ തുടങ്ങി. ഈ മൂവ്മെന്റ് എന്താന്ന് വെച്ചാൽ അവനവനുള്ള അവകാശങ്ങളെ പറ്റിയും അതിനെപ്പറ്റി റൂസോ പറഞ്ഞിട്ടുള്ളതും JS മിൽ പറഞ്ഞിട്ടുള്ളതും എല്ലാ വെസ്റ്റേൺ കൺട്രികളിലും പറഞ്ഞിട്ടുള്ളതിനെ പറ്റി പോപ്പുലാരിറ്റി ആയിട്ട് നമ്മളുടെ കർഷകരുടെ ഇടയിൽ മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് അങ്ങനത്തെ ഗവൺമെന്റ് വഴിയാണ് അവർ ജാപ്പനീസിന്റെ ഉദ്ധാരണം ചെയ്യുന്നത്. ഈ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഇതിൽ കൂടെ പല ആൾക്കാരും
ഈ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്യും. അവര് ഗവൺമെന്റിന്റെ ഐഡിയ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിലേക്ക് അവര് എതിർക്കാനും തുടങ്ങി. അപ്പോ 1890 തോക്കാവാസ അങ്ങേർക്ക് തനക്കെനിക്ക് ഒരു സീറ്റ് കിട്ടി. സീറ്റ് കിട്ടുകയും മാത്രമല്ല ജയിക്കുകയും ചെയ്തു. അങ്ങേരാണ് ഫസ്റ്റ് നാഷണൽ എലക്ട് ചെയ്തിട്ട് വന്ന ഡയറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കൗൺസിലിനാണ് നമ്മൾ ഡയറ്റ് എന്ന് പറയാ. അതിലേക്ക് ഇലക്ഷൻ മുഖാന്തരം വന്നെത്തി. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ടെർമിനോളജിയാണ് എക്കോസൈഡ് എന്ന് പറയുന്നത്. ഇതില് നമ്മളുടെ നേച്ചറിനെ അല്ലെങ്കിൽ ഭൂമിനെ എല്ലാ വിധത്തിലും കൺസ്ട്രക്ഷനിലും മുഖാന്തരമോ അല്ലെങ്കിൽ ഒന്ന് എക്കോ എന്ന് വെച്ചാൽ നാടിനെ സംബന്ധിച്ചത് എന്നർത്ഥം, പ്രകൃതിയെ സംബന്ധിച്ചത് എന്നർത്ഥം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക, അതിനെ നശിപ്പിക്കാണ്ടിരിക്കുന്ന ഉള്ള ടേമിനാണ് നമ്മൾ എക്കോസൈഡ് എന്ന് പറഞ്ഞത്. കൺട്രോൾ ചെയ്യണം, മാനേജ്മെന്റ് ചെയ്യണം, ഏതെങ്കിലും ഇഷ്യൂസ് വന്നാൽ അത് അഡ്രസ് ചെയ്യണം, ഏത് വിധത്തിലാണ് പ്രോബ്ലംസ് വരുന്നത് അതിനെ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പോൾ ആ ഫണ്ടമെന്റൽ അപ്രോച്ചിന് ഗവൺമെന്റിന്റെ സെൻട്രലൈസ്ഡ് ഡിവിഷനിൽ കൂടി വേണം ഈ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുപോകാൻ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഇത് മാത്രമല്ല, ഓരോ പൊല്യൂഷനും ഓരോ സ്ഥലത്ത് ഓരോ റിവറിലും വരുന്ന പൊല്യൂഷന് അതിൻ്റെതായിട്ടുള്ള ഹാബിറ്റാറ്റിനെ നശിപ്പിക്കും, അതിൻ്റെ ആയിട്ടുള്ള ഫ്ലോറ ആൻഡ് ഫ്ലോറ. ഇത് കണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലും റൈസ് ഫീൽഡ്സ് ആയാലും ശരി ബാക്കിയുള്ള ഫീൽഡ്സ് ആയാലും ശരി പൊല്യൂഷൻ നഷ്ടപ്പെടുത്തുകയാണ്, ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുത്തുന്നു. പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അതിന് ആപത്തുണ്ടാവും. അപ്പൊ ഈ സൈക്കിൾ ഓഫ് ഡിസ്ട്രക്ഷൻ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഡിസ്ട്രക്ഷനെ ഒരു വിധത്തില് ലോജിക്കലായിട്ട് അത് ഗവൺമെന്റ് മുഖാന്തരം നിർത്തൽ അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ആയിട്ട് ഡെവലപ്മെന്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇതിനെപ്പറ്റി പരാമർശിച്ചത്. ഇനി തുബോസോ മൂവ്മെന്റ്, വൺ തുബോസോ മൂവ്മെന്റ് എന്താന്ന് വെച്ചാൽ ഇതിൽ നേരത്തെ പറഞ്ഞ തനക്ക ഷോസോ പറഞ്ഞത് എന്താണ് ആൾട്ടർനേറ്റീവ് ഫോം, ഏത് വിധത്തിൽ നമുക്ക് നേച്ചറിനെ നർച്ചർ ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ വിഷം ഉണ്ടാവുന്നതിൽ നിന്ന് എങ്ങനെ തടുക്കാം. ഒരു സ്മോൾ ലാൻഡ് എടുത്ത് അതിന്റെ ആക്ടിവിറ്റീസിനെ പറ്റിയും അതിന്റെ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും പിന്നെ വലിയ ലാൻഡ്സ് എടുത്തെടുത്ത് നാഷണൽ ഇൻട്രസ്റ്റിൽ കൂടെ മാറ്റി കൊണ്ടുവരിക. പിന്നെ 1984 മുതൽ 10 വരെ പുതിയൊരു വില്ലേജേഴ്സ് അല്ല, ഇത് ഒരു ഇങ്ങനത്തെ കണ്ടീഷൻസ്, അതായത് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത് എനക്കൊക്കെ ഫൈറ്റ് ചെയ്യാനും ഈ ഇങ്ങനെയുള്ള ഡിമോളിഷ് ചെയ്ത വില്ലേജിനെ പറ്റി ഗവൺമെന്റ് പരാമർശിക്കുന്നു. പിന്നത്തെ കാണുന്നത് സോൾജിയേഴ്സ്, ഈ എല്ലാ ആൾക്കാരെയും സോൾജറായിട്ട് ഫൈറ്റിന് യുദ്ധത്തിന് അയച്ചു കഴിഞ്ഞാൽ അവിടെ റഷ്യ ജാപ്പനീസ് വാർ നടക്കുന്ന സമയമാണ്. അപ്പൊ കർഷകരെയൊക്കെ പിടിച്ച് ട്രെയിനിങ് ചെയ്ത് പോലെ അവര് ഫൈറ്റർ വാരിയറാക്കി മാറ്റുകയാണ്. അപ്പോൾ കൊളോണിയൽ എംപയർ സിസ്റ്റത്തിന്റെ മുഖാന്തരം അവരുടെ സാധാരണമായ ലൈവ്ലിഹുഡാണ് നശിച്ചു പോയത്. അതായത് കർഷകരില്ല കൃഷി ചെയ്യാന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ ഈ എനക്ക തൊബോസോ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുകയാണ്. ഓരോ പീസ് ലാൻഡും അതിനാണ് ഈ വൺ തൊബോസോ മൂവ്മെന്റ് എന്ന് പറയാ. വൺ തൊബോസോ എന്ന് വെച്ചാൽ 3.3% ഫെർട്ടിലിറ്റി. അപ്പൊ ഇതിന്റെ സിംബോളിക് ആയിട്ട് ഡിവാസ്റ്റേഷൻ അല്ലെങ്കിൽ അതിന്റെ നശിപ്പിക്കല് എങ്ങനെ വന്നു, ഗവൺമെന്റിന്റെ പോളിസികൾ മുഖാന്തരമാണ് വന്നതെന്നുള്ളത് ഗവൺമെന്റ് ആ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള ആ പോളിസി ആയതുകൊണ്ടാണ് വൺ തൊബോസോ മൂവ്മെന്റ് എന്ന് പറഞ്ഞത്. ഇനി ഇഗോറോഷി എന്ന് വെച്ചാൽ അവനവന്റെ വീടിനെ തന്നെ കൊല്ലുക, അതാണ് അതിന്റെ അർത്ഥം. ഇഗോറോഷി സ്വന്തം വീടിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. മിനേക്ക കമാറോ നാച്ചുറലിസ്റ്റ് ആണ് അങ്ങേര്. ബോട്ടണി പഠിച്ചിട്ടുള്ള ആന്ത്രപ്പോളജിനെ പറ്റി. ആന്ത്രപ്പോളജി എന്ന് വെച്ചാൽ മനുഷ്യരാശി, ബോട്ടണി എന്ന് വെച്ചാൽ നാട്ടിൽ ജീവജാലങ്ങളെ പറ്റിയുള്ള അറിവ്, ഇതെല്ലാം അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് മിനിക്കാറ്റ. അപ്പൊ മിനിക്കാറ്റ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ ലിങ്ക് ചെയ്ത് എൻവയറമെന്റുമായിട്ടും ഡെമോക്രസി ആയിട്ടും സ്പിരിച്വൽ ട്രഡീഷനുമായിട്ടും എങ്ങനെ ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതേമാതിരി തന്നെ വെസ്റ്റേൺ സയൻസിന് തുസറാമി കക്കോസ
അതിന് മനേക്ക മണ്ഡാലന്റെ പ്രോവിൻസിൽ കൂടെ അല്ലെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു മിനിക്ക ബുദ്ധിസ്റ്റ് ഐഡിയാസ് ആണ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് അയച്ചു, എങ്ങനെ എവല്യൂഷണറി സിസ്റ്റത്തിൽ കൂടെ ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞോ വെസ്റ്റേൺ സയൻസിൽ, അതേമാതിരി പുതിയതായിട്ടുള്ള ഒരു സിസ്റ്റം, നശിപ്പിക്കാത്ത സിസ്റ്റം കൊണ്ടുവരിക. മിനിക്കേറ്റിന്റെ ഫൈറ്റ് ഗവൺമെന്റിന്റെ പോളിസികളാണ്. ആ പോളിസിനെ യൂണിഫൈങ് ചെയ്ത് വരുമ്പോൾ ഷ്രിൻട്രോ ഷ്രൈൻസ് എന്ന് പറയും. പോളിസി കോഡ് ഇഗ്രോഷി, സ്വന്തം നാട്ടിനെ നശിപ്പിക്കാണ്ടിരിക്കാനുള്ള പോളിസി. ആ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഇവിടെ കില്ലിംഗ് ദ ഹോം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാനും അല്ലെങ്കിൽ എക്കണോമിക് ഡിസ്ട്രക്ഷൻ നടത്താണ്ടിരിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ വേണം പ്രോജക്റ്റ് ചെയ്ത് മോഡേണിറ്റിയിലേക്ക് പോകുന്നത്. ഇങ്ങനെ പറയുന്നത് കെനിഗോസ്റ്റ പറയുന്നത് ടിപ്പിക്കലായിട്ട് പറയുന്നത് മീജി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരും അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ 3 വിധത്തിലാണ് പറയുന്നത്. ഒന്ന്, ആദ്യം കമ്പാരിറ്റീവ്സ് ത്രൂ ദ എന്താ പറയാ, ഒരു ഡിഗ്രി ഡിഗ്രി എടുത്തത് നോളജിനാണ്, ലൈഫ് ലോങ് പ്രോസസ്സിനായിരിക്കണം. സെക്കൻഡ് ആയിട്ട് പറയുന്നത് എന്താണ്, ഇതൊക്കെ കണ്ടംപററി ആയിട്ടുള്ളവര് പറഞ്ഞിട്ടുള്ള ഐഡിയാസ് തന്നെ റേസിങ് ദ വേൾഡ്, അല്ലെങ്കിൽ ജപ്പാനിൽ പറയുന്നത് വേൾഡിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട്. മൂന്നാമത് പറയുന്നത് ഒരു അക്കാഡമിക് കണ്ടംപററീസ് അക്കാഡമിക് ലെവലിൽ നിന്ന് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരികയും അതേസമയം പബ്ലിക്കായിട്ട് ബുദ്ധിപരമായിട്ടുള്ള ഐഡിയാസ് പ്രകാരം ഇമ്പോർട്ടന്റ് ഇഷ്യൂസിനെ കാണുകയും വേണം. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഒരേ സമയം നമ്മളുടെ രാജ്യം മുന്നിലേക്ക് കൊണ്ടുവരികയും വേണം, അതേസമയം ബാക്കിയുള്ള വെസ്റ്റുമായിട്ട് നമ്മളൊപ്പം എത്താനുള്ള ശ്രമിക്കണം. അപ്പൊ ഇവിടെ സെക്യുലറിസം അല്ലെങ്കിൽ റിലീജിയസ് ഐഡിയ, സെക്യുലറിസം വെച്ചാൽ എല്ലാ റിലീജിയസിനെയും മാനിക്കുകയാണ് സെക്യുലറിസം എന്ന് പറയാം. റിലീജിയൻ അല്ലെങ്കിൽ മതപരമായിട്ട് സ്പിരിച്വലായിട്ട് ഓരോ കൺട്രീനെയും ഇൻവേഷൻ ചെയ്യാണ്ടിരിക്കുകയും കമ്മ്യൂണിറ്റീനെ ഡിസ്ട്രോയ് ചെയ്യാണ്ടിരിക്കുകയും അതേമാതിരി തന്നെ എൻവയറമെന്റിനെ നല്ല വിധത്തിൽ ഒപ്പത്തിന് കൊണ്ടുപോകണം. അപ്പോ ഈ പുള്ളി പറഞ്ഞത്, മിനക്കട്ട പറഞ്ഞത്, നമ്മളുടെ ജാപ്പാനീസ് ആൾക്കാരെ വെസ്റ്റേൺ, അതായത് പുറം വിദേശികളുമായിട്ട് ഒപ്പത്തിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആ പരിശ്രമത്തിൽ കൂടെ വേണം നമ്മളുടെ തെറ്റായ ധാരണകളെ മാറ്റിയെടുത്ത് നമ്മളുടെ ആൾക്കാരുടെ വീക്ക്നെസ് ഒക്കെ മാറ്റി അതിനെ ഒരു നല്ലൊരു പവറായിട്ട് മാറ്റണം. ഇനി ഷിൻറ്റോ ഷ്രൈൻസ് എന്ന് വെച്ചാൽ അവിടെ ബുദ്ധിസമാണ്, ഒരു റിലീജിയൻ, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു റിലീജിയനാണ്. ആ റിലീജിയൻസിൽ, അല്ലെങ്കിൽ ഷ്രൈൻ എന്ന് വെച്ചാൽ അമ്പലം, അതിനെ അവര് ഈ അമ്പലങ്ങളൊക്കെ നശിപ്പിക്കുകയും അവര് ഷിൻറ്റോന് ഒറിജിനൽ റിലീജിയൻ ആയിട്ട് മാറ്റി കാണുകയാണ് ചെയ്യുന്നത്. അവിടെ ഈ ഷിൻറ്റോ എന്ന് പറഞ്ഞ പ്രീസ്റ്റുകാര് അല്ലെങ്കിൽ വിശ്വാസികൾ ഈ ഐഡിയനെ അക്സെപ്റ്റ് ചെയ്യും. അവർക്ക് നിറയെ വിധത്തിൽ സാലറി കൊടുത്ത് അവരെ കൊണ്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു മതം എന്നുള്ള അർത്ഥം. ഈ ഷിൻറ്റോ ഷ്രൈൻസിന് അല്ലെങ്കിൽ ഈ അമ്പലങ്ങളിലെ എല്ലാത്തിനെയും അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരികയും ആ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാല് എംപറർ അല്ലെങ്കിൽ രാജാവ്, അങ്ങനെ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്, ഡിവൈൻ റൈറ്റ് തിയറി ഇംഗ്ലീഷില്, ആ എംപററിന്റെ അധികാരം, രാജാവിന്റെ അധികാരം സൺ ഗോഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെന്നാണ് ഇവരുടെ വിശ്വാസം. അതിനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഈ റാഷണാലിറ്റിയും മാനേജ്മെന്റും ഒരു ഷ്രൈനില്, ഒരു വില്ലേജിൽ ഒരു ഷ്രൈൻ എങ്കിലും, ഒരു അമ്പലമെങ്കിലും വേണം. അതില് ആ അമ്പലത്തിൽ കൂടെ അവര് മനസ്സിലാക്കുകയും ചെയ്യണം, ഒഫീഷ്യലായിട്ട് അതിനെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോ ഇതിന് ചുറ്റും, ഈ അമ്പലങ്ങൾക്ക് ചുറ്റും അവരൊരു ഗ്രോവ്, അതെന്താ വെച്ചാല് നല്ല വൃക്ഷങ്ങളൊക്കെ വളർത്തി, സേക്രഡ് ആയിട്ടുള്ള വൃക്ഷങ്ങൾ വളർത്തി അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പോ ഈ ട്രീസും ഒന്നും കട്ട് ചെയ്യാനും പാടില്ല, വിൽക്കാനും പാടില്ല. അപ്പൊ എത്രത്തോളം അതിനെ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ അമ്പലങ്ങളിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ മിനിക്കേറ്റിന്റെ ആർഗ്യുമെന്റ്സ് എന്താന്ന് വെച്ചാല് പുള്ളി പറയുന്നത് ഈ റീജിയൻസും ലോക്കൽ ഗവൺമെന്റ്സും സെൻട്രലൈസ്ഡ് പവറും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഉള്ള സമയത്ത് അവരുടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പക്ഷെ ഇതിനെ റിലീജിയസ് ആയിട്ടുള്ള മതപരമായ വിശ്വാസവും അതിനെ ബിൽഡിങ്സ് മാത്രം നോക്കരുത്,
അതിന് ഓപ്പൺ എയർ മ്യൂസിയം എന്നുള്ള വലിയ കാണണം. ആൾക്കാർക്ക് അവിടെ അവരുടെ പഴയ കാലങ്ങളും പുതിയ കാലങ്ങളും ട്രഡീഷൻസും എല്ലാം കൂടെ ലിങ്ക് ചെയ്ത് കൊണ്ടുവരണം. ഒരു വിധത്തിലും ഈ അമ്പലങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. അത് ഒരു കാരണവശാലും നമ്മളുടെ കൾച്ചറിനെ, നമ്മളുടെ ആരോഗ്യത്തിനെ നശിപ്പിച്ചു കളയരുത് എന്നുള്ള ലെവലിലാണ് പുള്ളി ആർഗ്യുമെന്റ് ചെയ്തത്. ഇനി അതേ ക്യാമ്പയിനിൽ തന്നെ എന്താണ് എൻവയറമെന്റ്, നമ്മളുടെ പരിതസ്ഥിതിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ചെയ്യുക. അങ്ങേരാണ് വേൾഡ് എക്കോളജിനെ പറ്റി ആദ്യമായിട്ട് പറയുകയും ആദ്യമായിട്ട് ജപ്പാനിൽ യൂസ് ചെയ്യും. എൻവയറമെന്റിനെ പ്രൊട്ടക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റൈറ്റ്സ്, മനുഷ്യരുടെ ജനാധിപത്യം തെറ്റില്ല, അതിൽ കൂടെ നമ്മൾ ജനാധിപത്യവും ഒപ്പം കൊണ്ടുപോയിക്കൊണ്ട് തന്നെ നമ്മളുടെ നേച്ചറിനെയും അല്ലെങ്കിൽ നമ്മുടെ പരിതസ്ഥിതികളെയും പ്രൊട്ടക്ട് ചെയ്യുക. ആ പ്രൊട്ടക്ഷൻ കമ്മ്യൂണിറ്റിയിലും കൊണ്ടുവരണം. ആ കമ്മ്യൂണിറ്റി വഴി നാഷണൽ വർക്കായിട്ട് അതിനെ ഒരു ലോകത്തിൽ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറ്റണമെന്ന് പുള്ളി പറയുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കാലഘട്ടത്തിൽ അവർക്ക് ഭയങ്കരമായിട്ട് കഷ്ടം അല്ലെങ്കിൽ എന്താ പറയാ പോവർട്ടി വരുന്നുണ്ട്. പോവർട്ടി എന്ന് വെച്ചാൽ ഇല്ലായ്മ. അപ്പൊ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ആണ് ജപ്പാനിലേക്ക് എത്തുന്നത്. എവിടെന്നാ? അപ്പൊ സോഷ്യൽ വെൽഫെയർ, എല്ലാവർക്കും രാജ്യം വെൽഫെയർ കൊടുക്കണം അല്ലെങ്കിൽ കെയർ ചെയ്യണം. സയന്റിഫിക് ആയിട്ട് സോഷ്യലിസം ചെയ്യണം. പിന്നെ ക്രിസ്ത്യൻ മിഷൻ സോഷ്യലിസം എഡ്വേർഡിന്റെ, അതേമാതിരി അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ലേബർ, അവരുടെ ഒരു കൂട്ടായ്മ, ലേബർ കൂട്ടായ്മ, ഇതൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ഫോഴ്സസ് ആണ്. ഇതിൽ കൂടെ വലിയ വിധത്തിൽ അവര് യൂറോപ്പിന്റെ അല്ലെങ്കിൽ ജാപ്പനീസ് അവിടെ പോയവരൊക്കെ ഇത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. 1896 സോഷ്യൽ പോളിസി സൊസൈറ്റി ഗ്രൂപ്പ്, സ്റ്റഡി ഗ്രൂപ്പ്, ഷഹായ് സിസുഗാക്കി, ഇതാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റഡി ഗ്രൂപ്പിൽ കൂടെ അവർ ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുകയും ബാക്കിയുള്ളവർ ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പരാമർശങ്ങൾ ചെയ്യാനും തുടങ്ങി. മീജി റെസ്റ്റോറേഷൻ ടൈമില് ഇഷിൻ കമുക്കി ഇവിടെ റെസ്റ്റോറേഷൻ പുതുക്കുക, പിന്നെ റവല്യൂഷണറി ഐഡിയാസ് കൊണ്ടുവരിക. അപ്പൊ ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള റവല്യൂഷൻ, അതിൽ കൂടെ പഴയ ഫ്യൂഡൽ ലോഡ്സിൽ അല്ലെങ്കിൽ ജമ്മിത്വം മാറ്റി ഒരു ജമ്മിത്വത്തിന്റെ കൺട്രോളിൽ ഇരുന്നതിനെ മാറ്റിയിട്ട് ഫ്രീഡമും അവർക്കുള്ള സ്വാതന്ത്ര്യവും അവർക്കുള്ള ഇക്വാലിറ്റിയും കൊടുക്കുക, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു കൊടുത്തു. ഇനി കൈറ്റമൻ സെൻ, ഇവിടെ സെന്നിന്റെ സോഷ്യലിസം എന്ത് പറയുന്നത് വെച്ചാല് ഓരോ സോഷ്യൽ ഐഡിയാസും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ അഭിപ്രായങ്ങളെ നമ്മൾ ഓരോരുത്തരെയും അവരുടെ ക്രിറ്റിസിസം എന്ന് പറയാൻ പറ്റില്ല, അവർ അനാലിസിസ് ചെയ്യാണ്. ഈ ക്യാപിറ്റലിസ്റ്റ് ആയ പ്രഭുക്കന്മാരുടെ സൊസൈറ്റീനെ അനലൈസ് ചെയ്യുന്നു, അതിനെപ്പറ്റി നല്ല വിധത്തിൽ എടുത്തു പറയുന്നു. എങ്ങനെ പറയുന്നത്? ആൾക്കാരുടെ വർക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, വർക്കറിന് എന്ത് ചെയ്യുന്നു ഈ പ്രഭുക്കന്മാർ എന്നുള്ളതാണ് നോക്കുന്നത്. അത് മാത്രമല്ല, സോഷ്യലിസ്റ്റ് റവല്യൂഷനെ പറ്റിയും അതിന്റെ ക്യാപിറ്റലിസ്റ്റ് വെൽത്ത് എങ്ങനെയാണോ അത് അക്യൂമുലേറ്റ് ചെയ്ത് അത് വരുമ്പോൾ അവരുടെ ആൾക്കാർക്ക് അതിന്റെ പരിണാമം ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ സെൻ അതിനെപ്പറ്റി എടുത്തെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സിസ്റ്റം, ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വഴി ഈ മീജി സോഷ്യലിസത്തിൽ നമ്മൾ കണ്ടു, എക്കണോമിക് ആയിട്ട് ധനപരമായിട്ടുള്ള ഓർഗനൈസേഷനും അതിന്റെ വർക്കും പൊളിറ്റിക്സും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടും അത് കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു എലിമെന്റ് ആണ്. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടീഷണൽ ചേഞ്ചസ് കൊണ്ടുവരണം. അതേമാതിരി സോഷ്യലിസ്റ്റ് ആയിട്ടുള്ളവര് ഈ വ്യത്യാസമുള്ള അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റത്തിന് ആ ഫ്രെയിം വർക്കിനുള്ളിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയവും വേണം സോഷ്യലിസവും വേണം, അതിനെ ഒരു ഫ്രെയിം വർക്കിൽ കൊണ്ടുവന്ന് ഐഡിയാസിനെ അതേ വിധത്തിൽ റിയലൈസ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഇനി കോമണറിസം, അതാണ് പറയുന്നത്. ഈ കോമൺ മാൻ എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് ജമ്മി ആയിരുന്നവൻ അല്ലെങ്കിൽ ജമ്മി ഇല്ലാത്തവൻ. ജമ്മി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ ജമ്മി അല്ലെങ്കിൽ ലേബർ.
അപ്പൊ കർഷകൻ. ഇവിടെ എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള ആ സോഷ്യലിസ്റ്റ് പോളിസിനെയാണ് നമ്മൾ കോമണറിസം എന്ന് പറയുന്നത്. അപ്പൊ അതായത് നോബിൾ ആയാലും കൊള്ളാം, ഒരു പ്രഭു ആയാലും കൊള്ളാം, ഒരു സമുറായി വാരിയർ ആയാലും കൊള്ളാം, പക്ഷെ ബേസിക്കലി എല്ലാരും മനുഷ്യരാണ്, ഓർഡിനറി സാധാരണ മനുഷ്യനാണ് എന്നുള്ള ആ കോൺസെപ്റ്റ് അതിനെയാണ് ഇവിടെ കോമണിസം എന്ന് പറഞ്ഞത്. ഇതില് ലാൻഡ് ഉള്ളവനും കോമൺ മാൻ ആണ്, ലാൻഡ് ഇല്ലാത്തവനും കോമൺ മാൻ ആണ്, ലാൻഡ് പ്രഭുവും കോമൺ മാൻ ആണ്, കർഷകനും കോമൺ മാൻ ആണ്. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിനാണ് കോമണിസം എന്ന് നമ്മൾ പറഞ്ഞത്. വോട്ട് ചെയ്യാൻ സമ്മതിക്കണം. ഇനി സോഷ്യലിസത്തില് ഈ സോഷ്യലിസം ഐഡിയാസ് വഴി കൊണ്ടുവരുമ്പോ ഇവിടെ പബ്ലിക് ആയിട്ടുള്ള ഓണർഷിപ്പ്, അതായത് ആദ്യത്തേത് അവർ പറയുന്നത് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഓൺ ചെയ്യാനുള്ള പബ്ലിക്കിന്റെ ഓണർഷിപ്പ് കിട്ടുക. എല്ലാരും വർക്കേഴ്സ് എല്ലാരും പബ്ലിക് ആയിട്ടുള്ളവരെല്ലാരും ആ സാധനം ഉണ്ടാക്കാൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ കൂടെ പോകുന്നു. പിന്നെ രണ്ടാമതായിട്ട് പറയുമ്പോൾ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എല്ലാവർക്കും ഒരേമാതിരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, വ്യത്യാസമില്ലാണ്ട് എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റും അതിന്റെ നഷ്ടവും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ. അതാണ് സോഷ്യൽ എടുത്തെടുത്ത് പറയുന്നത് സോഷ്യൽ ആറ്റിറ്റ്യൂഡിൽ. അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ജപ്പാനില് ഒരു വയലൻസിന്റെ ഒരു പ്രകൃതിയാണ് അവിടെ കാണാൻ പറ്റുന്നത്. അൺനെസസറി ആയിട്ട് വരില്ലല്ലോ. അപ്പോ ഈ പീസ്ഫുൾ ആയിട്ടുള്ള പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയും സപ്പോർട്ട് ചെയ്ത യൂണിവേഴ്സൽ ലോ വഴിയും ഇതിനെ അവരെ പവർഫുൾ ആയിട്ട് വിൻ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നു. ഇതേമാതിരി തന്നെ ഭയങ്കര സപ്പോർട്ടേഴ്സ് ഉണ്ട്. സപ്പോർട്ടേഴ്സ് എങ്ങനെയെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷനും ആൾക്കാരുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ, വർക്കേഴ്സിന്റെ ഇടയിൽ, ലേബറേഴ്സിന്റെ ഇടയിൽ, ടെനന്റിന്റെ ഇടയിൽ അല്ലെങ്കിൽ വാടകക്കാരുടെ ഇടയിൽ ഒരു ലാർജ് പോപ്പുലേഷൻ ആണ്. അപ്പൊ അവർക്ക് ഈ ലാർജ് പോപ്പുലേഷൻ ഗ്രൂപ്പിനെ ഉണർത്തിയെടുത്ത് ആക്റ്റീവാക്കി സോഷ്യലിസ്റ്റിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ട് മാറ്റുകയാണ് അവര് ചെയ്യുന്നത്. ഇനി തൊക്സുബുറുക്കു, ഇവിടെ ഔട്ട്കാസ്റ്റിനെയാണ് നമ്മള് ബുർക്ക കുമിൻ എന്ന് പറയുന്നത്. ഔട്ട്കാസ്റ്റ് ഗ്രൂപ്പ്, ആ ഔട്ട്കാസ്റ്റ് ഗ്രൂപ്പ് മേജി റെസ്റ്റോറേഷൻ ടൈമിൽ ഉണ്ടായിരുന്നു ഔട്ട്കാസ്റ്റ്. അപ്പൊ അവരുടെ ജീവിക്കുന്ന സ്ഥലം ഇത്തിരി പുറത്തായിരിക്കും. പിന്നെ അവർക്ക് ആ സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രമേ അവർ താമസിക്കാൻ പാടുള്ളൂ. ആ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള വില്ലേജസ് നമ്മള് പുറന്തള്ളപ്പെട്ട ഗ്രാമത്തിലൊക്കെ കാണാറുണ്ട്. പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്നു ഇങ്ങനെ പുറത്ത് ഔട്ട്കാസ്റ്റ് ആൾക്കാര്. തീണ്ടായ്മ എന്ന് പറയും, തൊടാൻ പാടില്ല, അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പാടില്ല, അവരുമായിട്ട് തൊട്ടുകൂടായ്മ, അവരുമായിട്ട് സംബന്ധം പാടില്ല എന്നുള്ളതൊക്കെ. അപ്പൊ തൊക്ഷുബുറോക്കോ അത് അവിടെയും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഔട്ട്കാസ്റ്റിനെയാണ് നമ്മള് ബുർക്ക കുമീൻ എന്ന് പറയുന്നത്. ആ മേജർ റെസ്റ്റോറേഷന് ശേഷം ഇവിടെ ആ ടേമിനെ മാറ്റുകയാണ്, ഹിറ്റ്സബോ ബുർക്കാകു എന്ന് മാറ്റുകയാണ്. അത് പല കമ്മ്യൂണിറ്റിയിലും താമസിക്കുന്ന പല കമ്മ്യൂണിറ്റിയിലും ചേർന്നിട്ടുള്ളവരെ. അപ്പൊ ആ ടേമിന് ബുർക്ക കുമിൻ എന്നുള്ളതിനെ മാറ്റി ഹിസ്ബോറ്റോ ബുറാക്കുന്നു മാറ്റി തന്നു. 1871 ഒരു ഡിക്രി അല്ലെങ്കിൽ ഒരു പ്രബന്ധം അബോളിഷ് ചെയ്യണം. അതിൽ കൂടെ അവര് ഇഗ്നോറബിൾ ക്ലാസസ് ഇവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എത്രത്തോളം നന്നാക്കാം എന്നുള്ളതാണ് ഇമാൻസിപ്പേഷൻ എഡിക്റ്റായിട്ട് കൊണ്ടുവരുന്നു, ഒരു പ്രസ്താവന ഇറക്കുന്നു. ഇതിൽ കൂടെ മേജി പീരീഡിൽ ഉണ്ടായിരുന്ന മൊമെന്റോവും ഡിസ്ക്രിമിനേഷനെ മാറ്റുക, പരസ്പര വ്യത്യാസങ്ങളെ മാറ്റുക, 2 ക്യാമ്പാക്കി മാറ്റി. ഒന്ന് അസിമിലേഷൻ, ദോവ, പിന്നൊന്ന് ക്രിട്ടിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും അതിനെ ഇമാൻസിപ്പേഷൻ എന്ന് വിളിക്കുകയും ചെയ്യുക. ഇതിനെ പറഞ്ഞിട്ടുള്ളതിനെ പ്രാക്ടിക്കലായിട്ട് ആദ്യം പിരിക്കുക, പിന്നെ പറയുക, പറഞ്ഞതിനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഇനി യുവ ഹാർമണി, ഹുവ എന്ന് വെച്ചാൽ ഹാർമണി എന്നർത്ഥം, അതായത് ഒരുമിച്ച് പോവുക, ഹാർമോണിയസ് ആയിട്ട് പോവുക, ഒരു കെട്ടായിട്ട് പോവുക. 1905 ജാപ്പനീസ് ഗവൺമെന്റ് ഈ സ്പോൺസേർഡ് പ്രോഗ്രാം, ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണിത്. അപ്പൊ ഈ ഔട്ട്കാസ്റ്റിനെ ആ ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ, കമ്മ്യൂണിറ്റിക്കാരെ ഐഡിയോളജിക്കലി അവരെ യുവ മൂവ്മെന്റ് എന്ന് പറഞ്ഞ് മാറ്റി. അപ്പൊ
യുവ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൺസീലിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് അവരെ എല്ലാ മൈനോറിറ്റീനെയും കൂടെ മെർജ് ചെയ്ത് മെജോറിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, ഹാർമോണിയസ് അല്ലെങ്കിൽ ഒരുമിപ്പിക്കുക എന്നുള്ള അതോറിറ്റി. ഇതിന് ചില മൂവ്മെന്റ്സിന്, ഈ പോപ്പുലർ മൂവ്മെന്റ്സിന് എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. ക്രിട്ടിക്കലായിട്ട് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീനെ അവർ പറയാൻ തുടങ്ങി. പിന്നെ ഗവൺമെന്റിന് അവസാനം ഇതിന് ഈ ബാക്ക് ചെയ്ത് അവര് യുവ മൂവ്മെന്റിന് ഏഷ്യ പസഫിക് വാർ 1942 യുവ മൂവ്മെന്റിനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ബാക്ക് ചെയ്തുകൊണ്ടിരുന്നു ഗവൺമെന്റ്. ഇനി സുഷീഹ, ഇതില് ഈ മൂവ്മെന്റില് നമ്മൾ നേരത്തെ പറഞ്ഞത് യുവ മൂവ്മെന്റില് സുഷീഹ എന്ന് പറയുന്നത് ലെവലേഴ്സ് ആണ്. 17ാം സെഞ്ചുറിയില് ഇംഗ്ലീഷ് മൂവ്മെന്റില് ഇംഗ്ലീഷിന്റെ ഒരു ഗ്രൂപ്പില് പോപ്പുലർ ആയിട്ടുള്ള ഒരു സോവറിറ്റി, അല്ലെങ്കിൽ അതായത് എല്ലാവർക്കും യൂണിവേഴ്സൽ സഫറേജ് എന്ന് വെച്ചാൽ വോട്ട് ചെയ്യാനുള്ള അവകാശം, ജന്മാവകാശം. അതേമാതിരി റിലീജിയസ് ടോളറേഷൻ എന്ന് പറയുമ്പോൾ മതപരമായ ഫ്രീഡം, ഇതൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുകയും അതിന് ഹിബാറ്റ്സ് ബുക്ക് ഓഫ് പീപ്പിൾക്ക് വേണ്ടിയിട്ട് അത് നടത്തിക്കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ജാതിപ്രകാരം നിങ്ങൾക്ക് വോട്ടും ചെയ്യാം, സോവറിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം, ഏത് മതമോ അതിനെ നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പൊ സുശീഷിക്കാല ഒരു ഡിക്ലറേഷൻ ഇറക്കുകയാണ് മാർച്ച് 3-ാം തീയതി 1922. എന്താ അതില് പറഞ്ഞിട്ടുള്ളത്? ആ ഡിക്ലറേഷനില്, ആ പ്രബന്ധത്തിൽ, ആ പരിഷത്തില് റെസ്റ്റോറേഷൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് വെച്ചാൽ മനുഷ്യത്വത്തിനെ തിരിച്ച് റെസ്റ്റോർ ചെയ്യുക. മനുഷ്യത്വം ഇല്ലാത്ത ആക്ടിവിറ്റീസ് ആണ് ഈ തൊട്ടുകൂടായ്മ എന്നുള്ളത്. അൺടച്ചബിലിറ്റി എന്ന് പറയും ഇന്ത്യയില്. അത് ഗാന്ധിജി ഫൈറ്റ് ചെയ്തത് അതിനു വേണ്ടി തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന ഒരു സ്റ്റെഗ്മനെ, അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന ഒരു പ്രശ്നത്തിനെ മാറ്റിയെടുത്ത് അവര് പുതിയതായിട്ട് കൊണ്ടുവരുന്ന ആ പ്രൊക്ലമേഷൻ വഴിയാണ് സെഞ്ചുറീസിൽ കൊണ്ടുപോകുന്നത്. ഈ സമയത്ത് ബുക്കാർക്കോ ഇതിന്റെ ബ്ലെസ്സിങ്സ്, മാർട്ടിയേഴ്സ് ഓഫ് ദി ത്രോൺസ്, ലൈറ്റ് ഓഫ് ലിബറേഷൻ, ഇതിനു വേണ്ടിയിട്ട് പലരും മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ മരിച്ചുപോയ ആൾക്കാര്, ഏതെങ്കിലും മരിച്ചുപോയ ആൾക്കാർ വരുമ്പോൾ നമ്മൾ മാർട്ടി എന്നാ പറയാ. അപ്പൊ കഷ്ടത്തിലും നഷ്ടത്തിലും ഈ വിധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയൊക്കെ, അവർക്കൊക്കെ ഈ പ്രബന്ധം, ഈ ഡിക്ലറേഷൻ കാരണം ഹ്യൂമാനിറ്റീനെ റിസ്റ്റോർ ചെയ്തത് കൊണ്ട് അവർക്ക് അതിനെ ലിബറേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അവരെ മുക്തി കിട്ടുക എന്നുള്ള ഒരു ലെവലിലേക്ക് പോവുക. ലൈറ്റ് ഓഫ് ലിബറേഷൻ എന്ന് വെച്ചാൽ അതാണ് അതിന്റെ അർത്ഥം. അവർക്കൊക്കെ മുക്തി കിട്ടി, അല്ലെങ്കിൽ അവർക്കൊക്കെ യാഗം, എന്താണ് പറയാ, സ്വർഗം കിട്ടി, എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ആ സ്റ്റിഗ്മ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം തൊട്ടുകൂടായ്മ എന്നുള്ളതിന് ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു എതിർപ്പാണ്. അതിനെ മാറ്റാനുള്ള ശ്രമമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി മിയാക്കി ആൻഡ് മിഹാറ വ്യൂസ്, ഇവരുടെ വ്യൂസ് ആണ് ഞാൻ അടുത്ത് പറയുന്നത്. ഇതിൽ ഇവാച്ചു എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ അൺടച്ചബിൾസിനെ അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റിനെ ഈക്വാലിറ്റി പ്രിൻസിപ്പിൾസിലും അവരെ ഡിസ്ക്രിമിനേഷൻ ചെയ്യേണ്ട പ്രാക്ടീസിലും മോഡേൺ ഓർഗനൈസേഷൻ ആണിത്. ഇതിന്റെ അവരുടെ ഔട്ട്കാസ്റ്റിന്റെ ജനവിധത്തിലുള്ള റൈറ്റ്, അവരുടെ അധികാരം, അതേമാതിരി അവർക്ക് ഈക്വലായിട്ട് പ്രിൻസിപ്പിൾസിൽ ജീവിക്കാനുള്ള അധികാരം, ഒരു വിധത്തിലും അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അപ്പോ ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ ഭാഷ, ഡിക്ലറേഷൻ മുഖാന്തരത്തിൽ കൊടുത്തിരുന്ന ഭാഷ, അതേമാതിരി ഇവരുടെ ഈ അവരെ ഉയർത്തിയിട്ടുള്ള മാർട്ടിയഡമിനെ ഉയർത്തിയല്ല, ക്രിസ്ത്യൻ ബിലീഫാണ്, ക്രിസ്ത്യാനിറ്റിന്റെ ബിലീഫിനെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇതിനെയും സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അനാർക്കിസം. അപ്പൊ ഈ രണ്ട് സ്കോളേഴ്സ്, മിയാക്കി ആൻഡ് മിഹാറ, ഇവര് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഈ ഇൻഫ്ലുവൻസിനെ തന്നെയാണ്. അത് മാത്രമല്ല, അവര് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ വാറിൽ, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ആ വലിയ ഒരു യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഔട്ട്ബ്രേക്ക് വേണമെങ്കിൽ പറയാം, 1942 നടന്ന വാറിൽ, ഔട്ട്ബ്രേക്ക് വാർ നടക്കുന്ന സമയത്ത് ഇവരുടെ സാന്നിധ്യത്തിന്റെ കഴിവ്, ഇവരുടെ സാന്നിധ്യം കൊണ്ട് അതിൽ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്.
ഈ വ്യത്യാസത്തിൽ കൂടെ ഇക്കണോമിക് ബേസിസ്, അതായത് നമ്മളുടെ ഈ സ്നാച്ച് ഫ്രം ദ ക്യാപിറ്റലിസ്റ്റ് ഓർ റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കായംകുളം കൊച്ചുണ്ണിയുടെ പരിപാടി, വലിയ ആൾക്കാരുടെ ധനവാന്മാരെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്തു. അതേമാതിരി ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കുക, എക്കണോമിക് ആയിട്ട് വീക്കായിട്ടുള്ളവർക്ക്, ധനപരമായിട്ട് വീക്കായിട്ടുള്ളവർക്ക് കൊടുക്കുക. അതാണ് ആ പോളിസി, സ്നാച്ച് ആൻഡ് പോളിസി ഗീവ്. അപ്പോൾ ഈ അനാർക്കിസ്റ്റ് മൂവ്മെന്റിനെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവര് പറയുന്നത് സ്പിരിറ്റ് ഓഫ് സോളിഡാരിറ്റി എന്നാണ്, അതായത് നനിക്കോ. അപ്പൊ ഈ ഐഡിയാസ് ഒക്കെ ലിങ്ക് ചെയ്തിട്ട് റിലീജിയസ് ഗ്രൂപ്പിലും അല്ലെങ്കിൽ നമ്മളുടെ മതപരമായ ഗ്രൂപ്പിലും ഇതൊക്കെ ലിങ്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് ഇതിനെ പറ്റിയുള്ള ക്ലിയർ ആയിട്ട് പിക്ചർ കിട്ടുമെന്നർത്ഥം. അനാർക്കിസ്റ്റിസം എന്ന് വെച്ചാൽ എന്താണ്? റീഇന്റർപ്രറ്റ് ചെയ്താണ് ജപ്പാനില്. ഒരു പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ആണത്, അല്ലെങ്കിൽ ഒരാളുടെ കോൺസെപ്റ്റ്, അണ്ടർലൈൻ കൾച്ചറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആ അനാർക്കിസം തൊട്ടുകൂടായ്മയെ മാറ്റുക അക്കോർഡിംഗ് ഈ ഷിൻറ്റോ ഗവൺമെന്റ് പ്രകാരം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ പ്രകാരം മതത്തിൽ അല്ലെങ്കിൽ ഒരു സിവിലൈസേഷനില് എല്ലാവർക്കും പരസ്പരം സഹായിക്കാനുള്ള ഒരു ഐഡിയോളജി, ആ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷനെ മുഴുവനും, തെറ്റിനെ മുഴുവനും കോൺസെപ്റ്റൽ ബേസിസിൽ ജപ്പാന്റെ കൾച്ചറൽ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ്. അതിനാണ് ഇവിടെ ഇന്റർപ്രിട്ടേഷൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഇന്റലക്ച്വൽ മൂവ്മെന്റ്സില് പുതിയൊരു മൂവ്മെന്റ്, ദ ന്യൂ മാൻ സൊസൈറ്റി, എവിടെയാണ് സെറ്റപ്പ് ചെയ്തത്? ടോക്കിയോ ഇംപീരിയൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. അവരുടെ ഉദ്ദേശം എന്താണ്? ഒരു ജനാധിപത്യം കൊണ്ടുവരിക, ഗോയിങ് ടു ദ പീപ്പിൾ. ജാപ്പനീസ് ഭാഷയില് നിമിന്നോ നെക്കെ, ഈ ആൾക്കാരിലേക്ക് നമ്മൾ ജനാധിപത്യം മനസ്സിലാക്കി കൊടുത്തതിനെയാണ്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനാണ് സുഹിഹിഷുക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലുള്ള സ്റ്റുഡൻസ് ആക്റ്റീവ് ആകുമ്പോൾ ചേഞ്ചസ് വളരെ പെട്ടെന്ന് നമുക്ക് ദർശനമാകും, അല്ലെങ്കിൽ ദർശിക്കാൻ കഴിയും. കാരണം യങ് മൈൻഡ് എപ്പോഴും ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യും പെട്ടെന്ന്. അത് മാത്രമല്ല, യൂണിവേഴ്സിറ്റി ലെവലിലുള്ള കുട്ടികൾ ഒരുമിച്ചിട്ടാണ് ഈ ജനാധിപത്യത്തിനെ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഐഡിയാസിലേക്ക് എത്തിപ്പെടുന്നത്. റേഷ്യൽ സയൻസസ് ഇവിടെ വന്നത് ഒരു വിധത്തിലും ആൾക്കാരുടെ റേസസ് അല്ലെങ്കിൽ ബ്ലാക്ക് റേസ്, വൈറ്റ് റേസ്, ക്രിമിനൽ ആന്ത്രോപോളജി എന്ന് വെച്ചാൽ ആൾക്കാരെ പറ്റി പഠിക്കുന്ന സയൻസിനെയാണ് ആന്ത്രോപോളജി എന്ന് പറയുക. ക്രിമിനൽ ആന്ത്രോപോളജി എന്ന് പറയുമ്പോഴത്തേക്കും അത് ആ ആറ്റിറ്റ്യൂഡ്, ക്രിമിനൽ ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യന്മാര്, അവരെ ഓരോന്നിലും മാറ്റി മാറ്റി കൊണ്ടുവരിക എന്നുള്ള അർത്ഥം. അപ്പോൾ ആൾക്കാർക്ക് വിചാരിക്കാൻ തുടങ്ങി പാവപ്പെട്ടവര്, റിച്ച് അല്ലാത്തവര്, ധനമില്ലാത്തവര്, വാഗബോൺസ്, അലഞ്ഞു നടക്കുന്നവര്, ക്രിമിനൽസ്, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവര്, ഡിസേബിൾഡ് പീപ്പിൾ, എല്ലാത്തിലും വയ്യാത്തവര്, ഇവരെയൊക്കെ ഇൻഫീരിയർ ഗ്രൂപ്പായിട്ട് കണക്കാക്കുന്നു. അതാണ് ഈ റേസിസം അവിടെ കൊണ്ടുവന്നത്. ആ ആന്റി റേസിസ്റ്റ് സെന്റിമെന്റ്സ് കൊണ്ടുവരികയും ഹ്യൂമൻ ലൈഫിൽ ഇത് പാടില്ല, ഡിക്ലറേഷൻ, കമ്പാഷൻ, രാശിക്കോടുള്ള ഒരു മനുഷ്യ സഹജമായ ഒരു ഫീലിംഗ്, കമ്പാഷൻ കൊണ്ടുവരണം. ആ കമ്പാഷൻ വഴി ഹ്യൂമൻ റൈറ്റ്സിനെയും നമ്മൾ ഡിഗ്നിറ്റി, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ശുഷിക ആൻഡ് റിലീജിയനിലും ഇത് തന്നെയാണ് പറയുന്നത്. ഡിസ്ക്രിമിനേഷനും ടെമ്പിളിന്റെ അകത്തും ഡിഫറെന്റ് സെക്സിലും സോഷ്യൽ ഹൈറാർക്കിയിൽ കൂടെയും അവരുടെ മതപരമായ രാജ്യങ്ങൾ, പ്രീസ്റ്റുമാര്, സന്യാസികൾ വേണ്ട വിധത്തിൽ ടോളറേഷൻ, സൈലന്റ് ആയിട്ട് ടോളറേറ്റ് ചെയ്തതൊക്കെ മാറ്റിയിട്ട് മങ്സ് അല്ലെങ്കിൽ ബുദ്ധ ഭിക്ഷുക്കൾ ജുഡീഷ്യറിയിൽ കൂടെ ഇതിനുള്ള ഒരു ആക്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. മോർ ഓവർ അത് ഇവിടെ ഈ ബിലീഫ് ഹെഡ് പ്രീസ്റ്റിന്റെ അടുത്ത്, അതായത് മോങ്സിന്റെ പ്രധാനിയോട് സംസാരിക്കുകയും അങ്ങേരിലൊക്കെ ബിഹേവിയറിൽ കൂടെ കോർട്ടിലേക്ക് എടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഡിസ്ക്രിമിനേറ്റീവ് റിമാർക്ക് ഒരു ലാർജ് ലെവലിലെ ഡെമോൺസ്ട്രേഷൻ വരെയും, ആ ഡെമോൺസ്ട്രേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ചർച്ചകൾ വരെയും, അല്ലെങ്കിൽ അത് വലിയതായിട്ടുള്ള ഒരു
കൂട്ടമായിട്ടുള്ള ഒരു ആക്ഷൻ, അതിനാണ് മോഡേൺ പീരീഡ് എന്ന് തുടങ്ങുന്നത്. അന്യൂ ഹ്യൂമൻ, ഐനു, ഇവിടെ ഒറിജിനൽ ഹാബിറ്റ്സ് ആണ്. ഇവര് ഒരു ജാപ്പാന്റെ ഒരു ഗ്രൂപ്പിന്റെ ഐലൻഡിൽ താമസിക്കുന്നവരാണ്. ഒറിജിനൽ ഇൻഹാബിറ്റ്സ് ഉണ്ട്. അവരുടെ ഡ്രസ്സ്, അവരുടെ ലാംഗ്വേജ്, കൾച്ചർ എല്ലാം വ്യത്യാസമുണ്ട് സ്കോളേഴ്സിന്. അപ്പൊ അവര് ജോമോൻ കൾച്ചറിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒറിജിൻസ് ആണ്. പ്രീ മോഡേൺ പീരീഡിലുള്ളവരാണെന്ന് വിശ്വസിക്കുന്നു. മെയിൻലാൻഡിൽ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവർക്ക് ഒരു സ്വന്തമായിട്ട് ഓട്ടോണമി ഉണ്ട് അവരുടെ കൾച്ചർ. അപ്പൊ ഈ ഐനു മീൻസ് കഴിഞ്ഞാൽ ഹ്യൂമൻ എന്നർത്ഥം. ഈ ഗ്രൂപ്പിന്, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഗ്രൂപ്പിന് അവരുടെ വ്യത്യാസങ്ങൾ, അവരുടെ ഐഡന്റിറ്റിനെയും നമ്മൾ ഇവിടെ ഉത്തരി, കൊമറേറ്റ് എന്ന് പറയും ഐൻ ലാംഗ്വേജിൽ. ഇതിന് ഈ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി അതിൽ ഈ നെയിംസിനെ ആഡ് ചെയ്ത്, പിന്നെ ഇവര് ഹൊക്കൈഡോയിലാണ് പലവിധ ഐലൻഡിലാണ് അവർ താമസിക്കുന്നത്. അവരെ പിന്നാടി അതിനുശേഷം അവര് ഐനു മോൺഷിയർ എന്ന് പറഞ്ഞ് അവര് മാറ്റാൻ തുടങ്ങി. സിവിലൈസിങ് മിഷൻ എന്ന് പറയുന്നത് അമേരിക്കന്റെ ഇമ്പീരിയൽ സിറ്റിസൺ ത്രൂ അവരുടെ ലീഗൽ റെഗുലേഷൻസ് വഴി ലോ സെപ്പറേറ്റ് ചെയ്ത് മനുഷ്യന്മാരെ നല്ല വിധത്തിലാക്കുക, ട്രഡീഷണലി അവരെ നല്ല വിധത്തിലാക്കുക. അതിനാണ് നമ്മൾ സിവിലൈസിങ് മിഷൻ എന്ന് പറയുന്നത്. ബാലൻസ് ചെയ്യുന്നു പഴയതും പുതിയതും, ട്രഡീഷനും മോഡേണിറ്റിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ഈ സിവിലൈസിങ് മിഷനിൽ ഇവർ ആൾക്കാരെ ഒരു പല വിധത്തിൽ റീനെയിം ചെയ്ത് വരുന്നുണ്ട്. എക്കോഡോയിൽ എന്ന ഐലൻഡിലുള്ളവരും ഫോസ്റ്റ് അസിമിലേഷനിലും ഇവര് എംടി സ്പേസസ് കൂടെ ലാൻഡ് ട്രാക്സിൽ കൊണ്ട് നിർത്തുകയും ഈ ഐനൂന് ഗ്രൂപ്പിന് ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കാനും അഡോപ്റ്റ് ചെയ്യാനും ട്രഡീഷണൽ പ്രാക്ടീസ് ചെയ്യാനും ടാറ്റൂയിങ് ഒക്കെ ചെയ്യുന്നത് അതൊക്കെ പഴയ പാറ്റേൺ ആണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പ്രോഹിബിറ്റ് ചെയ്യുന്നു. അവരുടെ ഐനു ഗ്രൂപ്പിന് ഉണ്ടായിരുന്ന ലാൻഡ് നഷ്ടപ്പെടുകയാണ്. അവരുടെ ഹിസ്റ്ററിയും പരാമർശിച്ച് പോവുകയാണ്. ട്രാൻസ്ഫോം ചെയ്ത് ഒരു ട്രാൻസ് ഹിസ്റ്റോറിക്കൽ കമ്മ്യൂണിറ്റിയിലേക്ക്, പുതിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് ഇതിൽ കൂടെ അവര്, ഈ സിവിലൈസിങ് മിഷനിൽ കൂടെ അവര് ചെയ്തു വരുന്നത് എന്ന് അർത്ഥം. ഇതിന് റെസിസ്റ്റൻസ് ഉണ്ട്, എതിർപ്പുണ്ട്. ഈ എതിർപ്പും 3 ഏരിയാസിലെ എതിർപ്പ് പറയുന്നുണ്ട് ഇതിൽ. ബൗണ്ടറി ഒന്ന്, അവരുടെ ബൗണ്ടറി, താമസിക്കുന്ന ബൗണ്ടറി. രണ്ടാമത് അവരുടെ ലാൻഡിന് റെസിസ്റ്റൻസ്, ഫോഴ്സ്ഡ് ലാൻഡ് അക്വിസിഷൻ, അവരുടെ ലാൻഡ് എടുക്കുന്നതിന് അവര് ഒപ്പോസ് ചെയ്യും. മൂന്നാമത് പിന്നെ നമ്മൾ കാണാം അവരുടെ പഴയ കഥകൾ, പഴയ പാസ്റ്റിനെ പറ്റി റിക്കവർ ചെയ്യാനുള്ള ഒരു ഐഡിയ. മൂന്നാമതായിട്ട് വരുന്നത് ഈ ഗ്രൂപ്പിനെ അവരുടെ ഇൻട്രസ്റ്റിന് ഒത്ത വിധത്തിൽ വിട്ടേക്കണം. അപ്പൊ റെസിസ്റ്റൻസിൽ കൂടെ ഈ സോഷ്യലായിട്ടും ജനകീയമായിട്ടും ഇന്റലക്ച്വൽ ആയിട്ടും ഇവര് മോഡേൺ ആയിക്കൊണ്ട് വരുമ്പോ അവരെ ഒരു പ്രീ മോഡേൺ കമ്മ്യൂണിറ്റി എന്നുള്ള ലെവലിലേക്ക് മോഡേൺ ജപ്പാനീസ് ഗവൺമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇനി ഷമാഗോ എന്ന് പറയുമ്പോഴത്തേക്കും ഐനുവിനെ വേറൊരു ലെവലിലേക്ക്, വാറിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഹൊക്കിഡോ ഗവൺമെന്റ് അവരുടെ റൈറ്റ് ഒക്കെ പൊസിഷനൊക്കെ കണ്ടുപിടിക്കുകയും ഒരു പുതിയതായിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നു, ലോ കൊണ്ടുവന്നിട്ട് അതിൽ കൂടി 7ാമത്തെ ഡിവിഷൻ ഓഫ് ആർമി ആയിട്ട് ഇവരെ മാറ്റുന്നു. ഹൊക്കിഡോ ലാൻഡിലെ ഗവൺമെന്റ് ലാൻഡ് ഒക്കെ പറഞ്ഞു അവരെ ഐനൂന് കൊടുത്തിരുന്ന ഗ്രാൻഡ് ഒക്കെ നിർത്തുകയാണ്. 1900 ഒരു പുതിയതായിട്ടുള്ള ഒരു ഒക്കൂറ സബേറ്റോ ഒരു ബിൽഡിങ്സ് ഉണ്ടാക്കി 7ാമത്തെ ഡിവിഷൻ, അതിൽ അവർക്ക് വർക്ക് ചെയ്യാനും അവരുടെ റൈറ്റ്സിലും അവരുടെ അവകാശത്തിലും സൈൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു. ഇങ്ങനത്തെ ഈ ഫോം ചെയ്ത റൈറ്റ്സിന് ഒരു 1913 വരെ അങ്ങനെ പിന്നെ ഒരു വിധത്തിലും വിൽക്കാൻ പാടില്ല, ക്യാൻസൽ ചെയ്ത് അക്യുവാഷയുടെ ഒരു പേരിൽ കോമ്പൻസേഷൻ കൊടുത്ത് അവരുടെ കാര്യങ്ങൾ നിർത്താനുള്ള ഒരു പരിപാടിയാണ് ചെയ്തത്. ഇനി ജേർണലിസം, ഇവിടെ ഇവരിങ്ങനെ ഗ്രോത്ത് കൊണ്ടുവരുന്നതായിരിക്കും. പഠിപ്പും റീഡിങ് ഹാബിറ്റും കൊണ്ടുവരുമ്പോഴത്തേക്കും പലരും, ഈ ഐനു ഗ്രൂപ്പിൽപ്പെട്ട പലരും ജേർണലിസത്തിലേക്ക് തിരിഞ്ഞു. അവരുടെ പഠിത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എഴുതാൻ പറ്റുന്നതും വായിക്കാൻ പറ്റുന്നതും. ആ ജേർണലിസം ഐനു ജേർണലിസം എന്ന് പറയുന്നു. യാഷിബയിലെ ഓട്ടോബയോഗ്രാഫിക്കല് ദ സ്റ്റോറി ഓഫ് ഐൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ അവരുടെ ലാംഗ്വേജിൽ, ഐനു ലാംഗ്വേജിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്.
അതിൽ കൂടെ ഈ പുസ്തകത്തിൽ കൂടെ അവരുടെ ലൈഫും അവരുടെ കൾച്ചറിനെ പറ്റിയും പ്രതിബന്ധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വരുമ്പോഴത്തേക്കും ഓർഗനൈസേഷനാണ് പോകുന്നത്. ഇനി വാർ വരുന്നു, വാറിൽ കൂടെ അതിൻ്റെ കണ്ടീഷൻസ് കൊണ്ടുവരുന്നു. ഒക്കിബാന ഐലൻഡിൽ കൂടെയാണ് അവരുടെ അടുത്ത സോവർണിറ്റിയുടെ കാര്യങ്ങൾ വരുന്നത്. ബാറ്റിൽ ഓഫ് ഒക്കിബാന, ഇത് ഒക്കിബാനയിൽ പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഐഡിയൽസ് ആണ്. ഏപ്രിൽ 45 മുതൽ 1000 സിവിലൈൻസ് മരിച്ചു പോവാണ്. അവര് കേവ്സിൽ US സോൾജേഴ്സിന്റെ കൂടെ അവര് ക്യാപ്ചർ ചെയ്യും, കമ്മിറ്റഡ് മാസ്സായിട്ട് സൂയിസൈഡ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും സറണ്ടർ ചെയ്യുമ്പോൾ ഇമ്പീരിയൽ കോസിൽ കൂടെ പോകുന്നു. ട്രേറ്റർ എന്നുള്ള ലെവലിൽ അവർക്ക് കിട്ടുകയാണ്, പേര് വരികയാണ് ട്രേറ്റർ എന്ന്. ഹോസ്റ്റിലിറ്റി, ജപ്പാനോട് ബാക്കിയുള്ളവർക്ക് ഭയങ്കര ദേഷ്യം, ഹോസ്റ്റിലിറ്റി ഉണ്ടാകുന്നു. പബ്ലിക് എഡ്യൂക്കേഷനും ഫോർവേഡ് ചെയ്തു, ലോക്കൽ ലാംഗ്വേജ് ഒക്കെ ഫോർവേഡ് ചെയ്തു, ബാക്കിയൊക്കെ ഇരുന്നു. ഇതോടുകൂടിയാണ് ഈ ചാപ്റ്റർ അങ്ങ് തീരുകയാണ്. ഇനി നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ പോവാണ്, ഈക്വൽ റിലേഷൻസ് വിത്ത് ഇന്റർനാഷണൽ ലെവലിൽ. അപ്പൊ അവിടെ ഈ സൊസൈറ്റീനെ റീഫോം ചെയ്ത സൊസൈറ്റി വന്നു. എല്ലാ അൺഈക്വൽ ട്രീറ്റീസും ഉണ്ട്, ഈക്വൽ അല്ലാത്ത ട്രീറ്റീസിൽ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എക്സ്ട്രാ ടെറിട്ടോറിയൽ പ്രിവിലേജസ് ഓഫ് ഫോറിനേഴ്സ് ആണ്. അതൊക്കെ മാറ്റാനുള്ള ശ്രമമാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ എല്ലാ ട്രീറ്റീസും അൺഈക്വൽ ട്രീറ്റീസിനെയൊക്കെ സൈൻ ചെയ്തിട്ടുള്ളത് ജപ്പാൻ ബാക്കിയുള്ള രാജ്യങ്ങളോട് കൂടെ. അപ്പോൾ ഇതിന് ഫോറിൻ ഗവൺമെന്റ് ഒരു ജാപ്പനീസ് ലീഗൽ ജൂറിസ്ഡിക്ഷൻ നടത്താൻ പാടില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നടത്താൻ പാടില്ല? ജാപ്പനീസിന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന മുറകൾ ഔട്ട്ഡേറ്റഡ് ആണ്, ബാർബേരിക്കാണ്, പ്രാകൃതമായ ഐഡിയാസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത് ഒരാളെ ടോർച്ചർ ചെയ്യാൻ. അത് പാടില്ല എന്ന് നിർത്തി വരും. ഇതിൽ കൂടെ ലോസ് ഒക്കെ പുതുതായിട്ട് മാറ്റുകയാണ്. എന്ത് ലോസാ മാറ്റുന്നത്? ക്രിമിനൽ ലോ, പ്രിസൺ മാനേജ്മെന്റ് ക്യാരി ഔട്ട് ചെയ്തത് മുഴുവനും ഒരു പല വിധത്തിലുള്ള ട്രീറ്റിയൽ അല്ലെങ്കിൽ സന്ധി സംഭാഷണം എന്ന് പറയുന്ന അൺഈക്വൽ ആയിട്ടുള്ള സന്ധിയിൽ സൈൻ ചെയ്തിട്ടുള്ളതൊക്കെ മാറ്റണം. ഈ പ്രിസൺ റിഫോർമേഷനില് മാറ്റർ ഓഫ് ഡിബേറ്റ് നമ്മൾ പറയുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണ്, അല്ല അതിനെപ്പറ്റി അവര് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യും. എന്തിനാണ്, നെസസറി ആണോ, വേണ്ടോ ഈ റീഫോംസ് മുഖാന്തരം ജാപ്പനീസിന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, ഹൗ ടു ബ്രിങ് യൂറോപ്യൻ്റെ ഐഡിയാസ് ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഐഡിയാസിനെ അവര് പല വിധത്തിലും പ്രിസണില്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു പ്രിസണില് ട്രീറ്റിയില്, ജാപ്പനീസ് ട്രീറ്റില് അവരെ ടോർച്ചർ ചെയ്യുന്നതൊക്കെ ബാർബേറിക്കാന്ന് ഞാൻ പറഞ്ഞു. ബാർബേറിക് എന്ന് വെച്ചാൽ പ്രാകൃതമായ ഒരു ട്രീറ്റീസ് ആണ് അവർ സൈൻ ചെയ്തിരുന്നത്. ആ ട്രീറ്റിനെ പറ്റി മാറ്റാനുള്ള ഡിസ്കഷൻസ് അവർ നടത്തി. എന്തുകൊണ്ടാണെന്ന് ഈക്വലൈസ് ചെയ്യണം, നാഷണൽ ഈക്വലൈസിന് മറ്റു രാജ്യക്കാരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം, ഓരോ നേഷനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം. കാരണം ഓരോ ട്രീറ്റി അവർ ഓരോ വിധത്തിലാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ട്രീറ്റി ആയിട്ട് സൈൻ ചെയ്യണം. അത് മാത്രമല്ല മിലിറ്ററി സ്ട്രെങ്ത് എത്രത്തോളം വേണം അതും വേണം, അതിനെയും മോഡേണൈസ് ചെയ്യണമോ, എത്രത്തോളം ആംഡ് ഫോഴ്സസ് വേണം, ബിൽഡിംഗ് എന്തായിരിക്കണം, ഇതിനെയൊക്കെ അവർ ഒന്നൊന്നായിട്ട് ഓരോ കൺട്രിയായിട്ട് എടുത്ത് ഡിസ്കഷൻ ചെയ്തതിന് ശേഷമേ അത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോ കൺട്രോൾ ഓരോ ടെറിട്ടറിയിലും, അത് മാത്രമല്ല ടെറിട്ടറി എന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ടെറിട്ടറി ഏരിയ, റിസോഴ്സിലും കൺട്രോൾ ഉണ്ട്. അതായത് അവരുടെ ആ നാച്ചുറൽ റിസോഴ്സസിലും ഹ്യൂമൻ റിസോഴ്സിലും ജപ്പാന്റെ കൺട്രോൾ ഉണ്ട്. അതിനെ വേൾഡ് എംപയേഴ്സ് വഴി കണ്ടിന്യൂ ചെയ്തു പോവാന്നുള്ളതിന്റെ അതിനെ മാറ്റാനുള്ള ഫോഴ്സ് ചെയ്യാണ്, റീറൈറ്റിംഗ് ചെയ്യിക്കുന്നു. ഈ റിഫർമേഷൻ സൊസൈറ്റീസില് റീറൈറ്റിംഗ് എന്തൊക്കെ ജാപ്പനീസ് സന്ധിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ അതിനെയൊക്കെ ഫോഴ്സ് ചെയ്ത് മാറ്റി എക്സ്ട്രാ ടെറിട്ടോറിയൽ പ്രിവിലേജസ് ഫോറിനേഴ്സ് കിട്ടുന്ന വിധത്തിൽ അവര് തിരിച്ചെഴുതിപ്പിച്ചിട്ടാണ് ഒപ്പിടിക്കുന്നത്. അപ്പോ ഇവിടെ ജാപ്പനീസിന്റെ പോളിസി ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കി അവരുടെ കൺസെഷനെ ഈക്വലൈസ് ചെയ്തിട്ട് എല്ലാ വെസ്റ്റില് അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നോ അതേമാതിരി ഏഷ്യയിലും വേണം എന്നുള്ളതാണ് ഈക്വലൈസിംഗ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഇനി ഈ ട്രീറ്റീസ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ
ഫിസിക്കൽ ടോർച്ചർ, പഴയ ഫിസിക്കലായിട്ട് ഒരു പ്രിസണറെ പിടിച്ചു കൊണ്ടുവന്നാൽ, വാറിൽ കൊണ്ടുവന്നാൽ അവരെ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് ട്രീറ്റ് ചെയ്യും. അതിനാണ് അവരുടെ ജാപ്പനീസിന്റെ ഇതിനെ പറ്റി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനെ പറ്റി, പ്രിസണേഴ്സിനോടുള്ള അവരുടെ ട്രീറ്റ്മെന്റ് ബാർബാരിക് എന്ന് നമ്മൾ പറഞ്ഞത്. ബാർബാരിക് എന്ന് വെച്ചാൽ പ്രാകൃതമായിട്ടുള്ള ട്രീറ്റ്മെന്റ്. ഈ ട്രീറ്റ്മെന്റ് ഒക്കെ മാറ്റി എങ്ങനെയാണോ ജപ്പാനിൽ യൂറോപ്പിലെ ആൾക്കാരെ പരിപാലിച്ചിരുന്നത് പ്രിസണേഴ്സിനെ, ആ ലെവലിലേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. പ്രിസൺ കണ്ടീഷൻ, ഇതില് മംഗോൾ ആൻഡ് ബ്ലാക്ക് റേസസ്, അതായത് അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ മംഗോൾസിനും ബ്ലാക്ക് റേസസിനും നീഗ്രോസിനും അവരുടെ ലീഗൽ റീഫോംസിൽ നടത്താൻ പറ്റുമെങ്കിൽ, ടോർച്ചർ മാറ്റാൻ പറ്റുമെങ്കിൽ, എന്തുകൊണ്ട് ജപ്പാൻകാർക്കും അത് ആയിക്കൂടാ? അതായത് ബാർബേറിയൻ എന്ന് വെച്ചാൽ പ്രാകൃതമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രാകൃതമായിട്ടുള്ള പ്രിസണേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് മാറ്റിയിട്ട് അവർക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രിസണേഴ്സിനെ നമ്മൾ വാറിൽ പിടിക്കുന്നവരെയാണ് പ്രിസണേഴ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ആൾക്കാരെയാണ് പിടിച്ചുകൊണ്ടുവരുന്നത്. അവർക്കും ഈക്വൽ ആയിട്ട് റൈറ്റ് കൊടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. പിന്നെ കമ്മ്യൂണൽ റൂംസിൽ ഇവരെ കൊണ്ടുപോയി കമ്മ്യൂണൽ റൂംസിൽ ഇടും. അപ്പോ കമ്മ്യൂണൽ റൂംസിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഇൻമേറ്റ്സ് ആണ് മാനേജ് ചെയ്യുന്നത്. അതായത് ആ റൂമിന്റെ അകത്ത് കിടക്കുന്ന ആൾക്കാരാണ് മാനേജ് ചെയ്യുക. അപ്പൊ സാധാരണ ജയിലിൽ ഒരുപാട് പ്രശ്നമുണ്ട്. അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അതേമാതിരി ഈ യുദ്ധ യോദ്ധാവിനെയാണ് പ്രിസണേഴ്സ് എന്ന് പറയുന്നത്. യുദ്ധത്തിൽ പിടിക്കുന്ന അടുത്ത എനിമി കൺട്രിയുടെ വാരിയറെയാണ്, സോൾജിയറാണ് നമ്മൾ പ്രിസണർ ആക്കുന്നത്. അപ്പൊ അവരെ ഒരു കൂട്ടിൽ വരെ അടയ്ക്കുന്ന ഒരു സിറ്റുവേഷനിലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനെയാണ് ഇംഗ്ലീഷ് ഫിലോസഫർ ഉദ്ദേശിച്ചത് പനോപ്പിക്കിയൻ. ഈ പനോപ്പിക്കിയൻ എന്ന് പറയുമ്പോഴത്തേക്കും മോഡേൺ ഡിസിപ്ലിനറി സൊസൈറ്റീസ് എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പൊ ഈ പനോപ്പിക്കിയൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 1798 ബെൻഹാം പ്രപ്പോസ് ചെയ്തു, ഡിസൈൻ ചെയ്തു. ഈ പ്രിസൺ അല്ലെങ്കിൽ ഈ ജയില് എല്ലാവർക്കും ഒബ്സർവ് ചെയ്യുക, എല്ലാ പ്രിസണേഴ്സിനെയും, എല്ലാ ആൾക്കാരെയും, യുദ്ധത്തിൽ പിടിച്ചവരെയും, എല്ലാ ജയിലിൽ കിടക്കുന്ന എല്ലാവരെയും ഒരു സ്റ്റേഷനിൽ നിന്ന് കാണാൻ പറ്റുന്ന വിധത്തിൽ, അവരെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാക്കണം. അവിടെ ഉദ്ദേശം എന്താണ്? എല്ലാവർക്കും മൈൻഡിൽ അവരുടെ ഒളിച്ചിരുന്നിട്ട് ഉപദ്രവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ ഒരു കാരണവശാലും കൂടുതലായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല. എല്ലാ പണിഷ്മെന്റും, ചാട്ടവാറ അടിയാണ് ഫ്ലോഗിംഗ് എന്ന് പറയാ, ആ അടിയും അല്ലെങ്കിൽ ഒന്നിനും കൂടുതലായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കാത്ത ഒരു തരത്തിൽ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. ആ സെറ്റപ്പിൽ കൂടെ ഇവരുടെ മനസ്സിൽ കൂടെ, അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രിസണേഴ്സിനെ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളികളെ മാനസാന്തരം കൊണ്ടുവരാനാണ് നമ്മൾ ഒബ്ജക്റ്റീവ്. നമ്മളുടെ ഉദ്ദേശം അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോ ആ ജാപ്പനീസിന്റെ വേർഡിന് നമ്മൾ എന്താ പുതിയതായിട്ടുള്ള ഒരു വേർഡായിട്ട് അവർ മാറ്റി കങ്കോവു. അത് മീൻസ്, അതിന്റെ അർത്ഥം ജയില് മുഴുവനും സർവൈലൻസിൽ ഉണ്ട്, എല്ലാവർക്കും എല്ലാം കാണാൻ പറ്റും, ആരും ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോവാണ്ടിരിക്കാനുള്ള സംബന്ധം കൊണ്ടുവരിക. ഇനി ഫ്ലോഗിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുക. ഫ്ലോഗിംഗ് എന്ന് വെച്ചാൽ ചാട്ടവാറ അടിക്കുകയാണ്. അതിനെ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഹാർഡ് ലേബർ കൊടുക്കാം. മനുഷ്യനെ മൃഗങ്ങളെ അടിച്ചു മാറ്റി നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വർക്കറായിട്ട് മാറ്റുന്നുണ്ട്. കാളകളെ നമ്മൾ അടിച്ചടിച്ച് ഫീൽഡിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ്, ഈവൻ ആനേനെ കൊണ്ടുവന്ന് അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ട്, അതിനെ പരിപാലിച്ചിട്ട് ഡൊമസ്റ്റിക്കേഷൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് അടിക്ക് പകരം അവരെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഗ്രൂപ്പായിട്ട് മാറ്റണം. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അവര് ഹൊക്കൈഡോയില് പുതിയതായിട്ടുള്ള ഒരു മെയിൻ ഐലൻഡ് ജാപ്പനീസ് ഉണ്ടാക്കി. അവിടെ ഈ പ്രിസണേഴ്സിനെ കൊണ്ടുപോയി താമസിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ ബിൽഡിങ്ങില്, മോഡേൺ ബിൽഡിങ്ങില്
സ്റ്റോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ ബിൽഡിങ്ങിൽ ആ ജയിലിൽ അവർക്ക് പല വിധത്തിലുള്ള കാർപ്പൻട്രി വർക്ക്, മരപ്പണി, കല്ല് കെട്ടുന്ന മേസണറി വർക്ക്, ഇതൊക്കെ പഠിപ്പിക്കുക. അതായത് അവരെ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ, പുതിയതായിട്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും വിദ്യ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് അത് ഒരു ദിനചര്യയായിട്ട് മാറ്റാൻ പറ്റും. ഇൻഡസ്ട്രിയൽ സ്കൂൾസ് എന്ന് വേണമെങ്കിൽ ഈ പ്രിസണൊക്കെ നമ്മള് ഒരു സ്കൂള് മാതിരി മാറ്റിയെടുത്തു എന്ന് അർത്ഥം. അതായത് ഡെത്ത് സെന്റൻസ് ഒക്കെ മാറ്റി ഒരു ലൈഫ് ലോങ് ആയിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു അനുവാദം കൊടുക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഇതിന് പഠിപ്പിക്കാൻ വേണ്ടി ഫോറിൻ ടീച്ചേഴ്സിനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ലീഗൽ സ്കോളേഴ്സിനെയൊക്കെ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവരികയും അവിടുത്തെ ലീഗൽ സിസ്റ്റം ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയും, അതേമാതിരി ഏതൊക്കെ ഏരിയയിലാണ് വിദ്യാഭ്യാസം, ഇൻഡസ്ട്രി, മോഡേണൈസേഷൻ, ആർംഡ് ഫോഴ്സസിനെ മോഡേണൈസ് ചെയ്യുക, അതേമാതിരി എല്ലാവർക്കും സെയിം വർക്ക് കിട്ടുക എന്നുള്ള ലെവലിൽ കൊണ്ടുവരിക. ജാപ്പനീസിനെ മുഴുവനും വർക്ക് പഠിപ്പിക്കാനും ഫോറിൻ ടീച്ചേഴ്സ് വന്ന് അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടോക്കിയോ ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിൽ പുതിയതായിട്ട് ഒരുപാട് പാശ്ചാത്യ ടീച്ചേഴ്സിനെ കൊണ്ടുവരുന്നു. ആ ടീച്ചേഴ്സ് അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരു ലാംഗ്വേജ് ഇൻസ്ട്രക്ടറും നടുവിലുണ്ടാവും. അപ്പോൾ ഗുഡ്സാവേ ബോസനൈഡ് ഒരു പല വിധത്തിലുള്ള ലീഗൽ റെഗുലേഷൻസിനെ പറ്റിയും നെപ്പോളിയാനിക് കോഡിനെ പറ്റിയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. കമേഴ്സ്യൽ കോഡ് ഉണ്ടാക്കി ജർമ്മന്റെ ലീഗൽ സിസ്റ്റം ഹെർമൻ ഹോർസലർ. അപ്പൊ പല ഫോറിൻ സ്കോളേഴ്സ് ഇവിടെ വന്ന് അവരുടെ നിയമത്തിനെ അതേമാതിരി ഇവിടെ പ്രാക്ടീസ് ചെയ്യിക്കാനും പഠിപ്പിച്ചും അതേ ലാംഗ്വേജിൽ അവർക്ക് പഠിപ്പിച്ചും മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇനി ലോസിന് അൺഈക്വൽ ട്രീറ്റീസ് ആയിട്ട് ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ജാപ്പൻ ഗവൺമെന്റ് നേരത്തെ ഒന്നുമല്ലാത്ത ഒരു ലോസ് ഉണ്ടായിരുന്നു, അവര് അതൊക്കെ റെക്കഗ്നേഷൻ ഓഫ് റൈറ്റ്സ് ആയിട്ട് കൊടുക്കുകയാണ്. ഒരു ഷിപ്പ് നിറയെ ലേബേഴ്സിനെ കൊണ്ടുപോയി പെറുവിലിട്ടു, ജപ്പാനില്. അപ്പോ എന്താ വെച്ചാൽ അവർക്ക് പെറുവായിട്ട് ഇവർ സൈൻ ചെയ്തിട്ടില്ല ഒന്നും ജാപ്പനീസ്. ഈ ലേബറേഴ്സിനെ അവിടെ ഇറക്കി വിടുകയും ആ അവരുടെ കോൺട്രാക്ട് നൾ ആൻഡ് വോയിഡ് എന്ന് വെച്ചാൽ അതിന് പ്രാധാന്യമില്ല എന്നുള്ളതാണ് അർത്ഥം. ഈ ഇൻസിഡന്റിനെയാണ് മറിയ ലൂസ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. മറിയ ലൂസ് ഇൻസിഡന്റ് എന്ന് പറയാൻ കാരണം ആ കപ്പലിന്റെ പേര് അതായിരുന്നു. ആ കപ്പലിന്റെ പേരായിരുന്നു മറിയ ലൂസ്. അതിൽ കൊണ്ടുപോയി വിട്ടത് കൊണ്ട് മറിയ ലൂസ് ഇൻസിഡന്റ്. ഈ ജപ്പാനുകാർക്ക് പെറുവായിട്ട് ഒരു സന്ധിയും അവർ സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അവിടുത്തെ ലോ ഇവർക്ക് പ്രശ്നമേ അല്ല, ഇന്റർനാഷണൽ ലോ ആയിട്ട് ഇവനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അഡ്വാൻറ്റേജ് എടുക്കാം എന്നുള്ളതാണ് ഈ റിവൈസിങ് ദ അൺഈക്വൽ ട്രീറ്റീസ് വരുന്നതിന്റെ അർത്ഥം. ഇത് മാത്രമല്ല 1871 ഈ ലോ പ്രാക്ടീസ് ചെയ്യും. ഡിസ്ക്രിമിനേറ്റഡ് ഔട്ട്കാസ്റ്റിന്, പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്, എല്ലാവർക്കും പലവിധമായിട്ടുള്ള ലേബർ ബോണ്ടേജിൽ നിന്നും മുക്തി കിട്ടുകയാണ്. ഇനി ട്രീറ്റി പോർട്സിനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് റൈറ്റ് അൺഈക്വൽ ട്രീറ്റീസ് ഏത് വഴിയാണോ ഓരോ ടെറിട്ടറിയിലും സ്പെഷ്യൽ കമേഴ്സ്യൽ പ്രിവിലേജസ് വെസ്റ്റേൺ പവേഴ്സിന് കൊടുത്തിട്ടുള്ളത്, ആ വെസ്റ്റേൺ പവേഴ്സിന്റെ ഒക്കെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കണോ വേണ്ടിയെന്നുള്ളതാണ്. പോർട്സ് വഴി, അതായത് ഫോറിൻ കമ്പനികൾക്ക് ഫോറിൻ കപ്പലിൽ വരുന്ന അല്ലെങ്കിൽ പാശ്ചാത്യർക്ക് അവിടെ താമസിക്കാനുള്ള അധികാരം, റെസിഡൻസ്, അത് ജാപ്പനീസ് റൂളിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തു. അപ്പൊ എന്ത് പറ്റും, ഇവർക്ക് അവരുടേതായ കോർട്ടിൽ കൂടെ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അത്, ബ്രിട്ടീഷുകാരനെ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് വേണം പറയാന്നുള്ളത്, ഇന്ത്യൻ മജിസ്ട്രേറ്റ് ലോ പാസ് ചെയ്യാൻ പാടില്ല. അതേമാതിരി ഫോറിൻ നാഷണൽസിനെ ഇവിടെ അവരുടെ ക്രിമിനൽസിന് അവരുടെ ആൾക്കാർക്ക് അവരുടെ വരണം എന്നുള്ളതാണ് അവരുടെ കോർട്ടിന്റെ ഉദ്ദേശം. അപ്പൊ ജപ്പാന്റെ ഫ്രീഡം ഓരോ ടാരിഫിലും അവരുടേതായ ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും അങ്ങോട്ട് എല്ലാം വളരെ ലിമിറ്റ് ആക്കി. എക്സ്പോർട്ട് എന്ന് വെച്ചാൽ പുറത്തേക്ക് അയക്കുക, ഇമ്പോർട്ട് എന്ന് വെച്ചാൽ അകത്തേക്ക് വരിക. ഇതിലൊക്കെ ടാരിഫ് ഒക്കെ 5% ആക്കി മാറ്റുകയും അത് കോമ്പറ്റീറ്റീവ് ആയിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. മോഡേൺ ടെക്നോളജി, ഈ മോഡേൺ ടെക്നോളജിയൊക്കെ ഫോറിൻ ഡോമിനേഷനും അതേ ഏജന്റ് വഴി വരുന്നവർക്കും ഉള്ളതാണ്. അപ്പോൾ യോക്കാമാല് സിൽവർ ട്രേഡിംഗ് നടക്കുകയാണ്, സിൽക്ക് ട്രേഡിംഗ്.
ആ സിൽക്ക് ട്രേഡിങ്ങിൽ ഫ്രഞ്ച്, ഫ്രാൻസ്, ബ്രിട്ടീഷ്, US എന്ന് വരുന്ന മർച്ചൻസ് ഉണ്ട്. ന്യൂസ് പേപ്പേഴ്സ് കൊണ്ടുവരുന്നു. ഈ ന്യൂസ് പേപ്പേഴ്സിൽ കൂടെ, ഡെയിലി ന്യൂസ് പേപ്പർ കൂടെ ഇതൊക്കെ പബ്ലിഷ് ചെയ്യാണ്. 72-ൽ ഫസ്റ്റ് റെയിൽവേ ലൈൻ കൊണ്ടുവരാണ്, യൊക്കോമ ഷിക്കാഗോ എന്ന് കണക്ട് ചെയ്യുന്നത്. അത് കൂടാണ്ട് പവർ പ്ലാന്റ് ബിൽഡ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. അത് ബ്രിട്ടീഷ് കച്ചവടക്കാരാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇൻഡസ്ട്രീസ് വലുതായി വരുന്നു. ഇക്കുമിഷ മിഷനിൽ കൂടെ ഒഫീഷ്യലായിട്ട് ഇവരെ പറഞ്ഞയക്കുകയാണ്. ആ ലീഡർ, അതിന്റെ ലീഡറാണ്, ഇമ്പോർട്ടന്റ് മിഷനാണിത്, അതിന്റെ ലീഡറാണ് ഇക്കോവ നെമോഗെ. ഒഫീഷ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ മേജർ റെസ്ട്രിക്ഷൻ പീരീഡിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഇങ്ങനെ യൂറോപ്പിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, എല്ലാ അൺഈക്വൽ ആയിട്ടുള്ള ട്രീറ്റീസ് ഒക്കെ മാറ്റി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 48 പേരുണ്ടായിരുന്നു അതിൽ. ഒരു സ്റ്റഡി, ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റഡിയിൽ അതിനുശേഷം ചേഞ്ചസ് കൊണ്ടുവരാണ്. എല്ലാ സെറമണീസും അവർക്കും ഡ്രസ്സ് വേണമെങ്കിൽ മാറ്റി ഉപയോഗിക്കാം. ഈവൻ ഇമ്പീരിയൽ കോർട്ടിൽ എല്ലാ ഡ്രസ്സ്, അവരുടെ ഫാമിലി ഡ്രസ്സ്, ഓരോ പ്രാക്ടീസിന് ഓരോ ആവശ്യത്തിലുള്ള ഡ്രസ്സ് മാറ്റാനുള്ള, അതായത് ഇംഗ്ലീഷ് സിസ്റ്റം ഇവിടെ കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇവർക്കൊന്നും ആദ്യകാലങ്ങളിൽ ഇവർ രാജാക്കന്മാര് ഭാര്യമാരെ കല്യാണം, ഫോർമൽ ആയിട്ടുള്ള കല്യാണം ഉണ്ടായിരുന്നില്ല. ആ ഫോർമൽ കല്യാണം ഉണ്ടാക്കുകയും ആദ്യത്തെ മാരേജ് നടക്കുന്നത് തൈഷിബോ എംപറർ ആണ്. അതിനെ ഡിസൈൻ ചെയ്ത് സെറമണീനെ എങ്ങനെ ചെയ്യണം എന്നുള്ള ഡിസിഗ്നേഷൻ ചെയ്ത് അങ്ങനെ മാരേജിനെ ഒരു ഫോർമാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ട്രീറ്റികളൊക്കെ സൈൻ ചെയ്യാണ്. ഈ ഫോർമൽ നെഗോഷിയേഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ അൺഈക്വൽ ആയിട്ടുള്ള ട്രീറ്റി എടുത്ത് ചെലവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അവർക്ക് ഫൈനലായിട്ട് നമുക്ക് നോക്കുമ്പോൾ എന്താ വരുന്നത്, അവരുടെ നെഗോഷിയേഷൻസില് ഏത് ടേമിൽ വേണം സൈൻ ചെയ്യാൻ. മിനിസ്റ്റർ അരിക്കോ സുക്കോ ഒരു ലണ്ടനിൽ പോകുന്നു, അവിടെ പോയി ഒരു ട്രീറ്റി സൈൻ ചെയ്യാണ്. ആ ട്രീറ്റി 16-ാം തീയതി ജൂലൈ 94-ലാണ്. ഈ ട്രീറ്റി വഴി എക്സ്ട്രാ ടെറിട്ടറി ഉള്ളതൊക്കെ, എക്സ്ട്രാ ടെറിട്ടറിയിൽ പോകുന്നതൊക്കെ നിർത്തുകയാണ്. അത് ഇംപ്ലിമെന്റേഷൻ, പുതിയ കോഡ് കൊണ്ടുവന്നു. ഈ പുതിയ കോഡിൽ കൊണ്ട് മാത്രമാണ് ഇത് നടത്താൻ പറ്റുക എന്ന് മനസ്സിലാക്കുകയും ആ സെറ്റിൽമെന്റ്സ് എപ്പോൾ കൊണ്ടുവരണം, ഏത് സമയത്ത് കൊണ്ടുവരണം, ഈ സൈൻ ചെയ്ത ട്രീറ്റ്മെന്റ്, അത് 1891 ഈ കൺട്രോൾ മുഖാന്തരം ടാരിഫ് ഒക്കെ കൺട്രോൾ ചെയ്ത് ജപ്പാൻ റീഗെയിൻ ചെയ്യാണ് അവരുടെ ഓട്ടോണമി. അവരുടെ 1911 അവരെ ഓട്ടോണമി കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ട്രീറ്റീസ് ബാക്കിയുള്ളവർക്ക് ഉണ്ടായിരുന്ന പവേഴ്സ് ഒന്നും കുറയാനും തുടങ്ങി. ഈ ജപ്പിലാണ് പതുക്കെ ജപ്പാൻ ഓരോ തരത്തിലേക്ക് കൊളോണിയൽ ഇമ്പോർട്ടൻസിലേക്ക് മാറി. അവരുടെ ടോക്കിയോ ഇമ്പീരിയൽ യൂണിവേഴ്സിറ്റിയിൽ എഴുതാനും അതിൻ്റെതായ ഫോറിൻ പോളിസികൾ, പ്രൊമോഷൻ, ഗുഡ് റിലേഷൻസ് വിത്ത് അതേഴ്സ്, അതായത് ബാക്കിയുള്ളവരുമായിട്ട് നല്ലൊരു എസ്റ്റാബ്ലിഷ്മെന്റ് റൂൾ കൊണ്ടുവരണം, നമ്മളുടെ മൈഗ്രൻസ് പോകുമ്പോൾ ഒരു ഇമ്പീരിയലിസ്റ്റ് റൂൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് പേട്രിയോട്ടിക് സിറ്റിസനെ കൊണ്ടുവരിക, കൊളോണിയൽ ഇമ്പോർട്ടൻസ്. ഇനി മോഡേൺ കൺസെപ്റ്റിനെ കൊണ്ടുവരിക. മോഡേൺ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ വോക്ക് എന്ന് വെച്ചാൽ പീപ്പിൾ, ട്രാൻസ്ലേഷൻ ചെയ്ത നാഷണാലിറ്റി, ഇവിടെയുള്ളവരെ ഒരു പ്രത്യേക എത്തനിക് സൊസൈറ്റി ആയിട്ട് കൊണ്ടുവരണം, അതിനുമാതിരി. അപ്പോൾ അങ്ങനെ പ്രീ മോഡേൺ പീരീഡുമായിട്ട് എടുത്ത് സിവിലൈസ് ചെയ്ത് കൊണ്ടുവരാണ് മീജി എക്സ്പെക്ട് ചെയ്യുന്നത്. ലൈഫിന്റെ ചേഞ്ച്, ഡ്രസ്സിന്റെ ചേഞ്ച്, എല്ലാ വിധത്തിലും അവർ ചേഞ്ച് കൊണ്ടുവരാൻ 5th ജപ്പാൻ ഇൻഡസ്ട്രിയൽ എക്സ്പോസിഷൻ നടത്തുന്നു. അതോടുകൂടി ഈ എക്സിബിഷൻ മുഖാന്തരം ജപ്പാൻ ഇൻഡസ്ട്രിയൽ ടൗൺ ആയിട്ട് മാറി എന്നുള്ളത് ഒസാക്കയിൽ വെച്ച് നടത്തുന്നു. ഇതിൽ അവരുടെ അച്ചീവ്മെന്റ്സും അവരുടെ ഇൻഫീരിയർ റേസും എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ മോഡേൺ നാഷണലിസം കൊണ്ടുവരികയാണ്. ആ കംപ്ലീറ്റ് വൈൻഡ് അപ്പ് ചെയ്ത് അവർ മോഡേൺ ആയിട്ട് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതിന്റെ ഒരു എക്സ്പോഷറാണ്. കൊറിയ കോളനി അറ്റാക്ക് ചെയ്യണോ വേണ്ടയോ, നേരത്തെ ഉണ്ടായിരുന്നത് അതൊക്കെ മാറ്റി കൊറിയക്ക് ഇൻഡിപെൻഡൻസ് കൊടുത്തു. അതിനുശേഷം ചൈനയിൽ വാർ വേണോ എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. ഓരോ ജപ്പാൻ സോൾജറേയും പ്രോഗ്രസ് ചെയ്ത് ജാപ്പനീസിന്റെ ഓരോ പഴയതായിട്ടുള്ള നഷ്ടപ്പെട്ടു പോയതൊക്കെ ട്രിപ്പിൾ ഇന്റർവെൻഷൻ വഴി, അതായത് റഷ്യ, ജർമ്മനി, ഫ്രാൻസ് വഴി അവരെ പബ്ലിക് ആങ്കറൊക്കെ മാറ്റിയെടുത്തു. ജാപ്പനീസിന്റെ ആംഗ്ലോ ജാപ്പനീസ് അലയൻസ് സൈൻ ചെയ്യാണ്. അതിൽ കൂടെ അവര് പുതിയതായിട്ടുള്ള വാറൊക്കെ മാറ്റി
ജപ്പാന്റെ വിക്ടറി എക്സ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയും അതിൽ കൂടെ അവര് റിസൾട്ട് പല വിധത്തിലുള്ള റിസൾട്ട്സ് കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.